ഷിനിസാം സെയ്ദ്, കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ തീരുമാനങ്ങൾ വരേണ്ടതെന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് ആകുമെന്ന് അദ്ദേഹത്തോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പടക്കവും മധുര പലഹാരവും ബാൻഡ് സംവിധാനവും വരെ സെറ്റ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞാൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഒരു നേതാവിനോട് പറഞ്ഞതിന് ശേഷം വേറൊരു നേതാവിനെ KPCC പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹത്തോടും ഇങ്ങനത്തെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിക്കാണും കേട്ടോ. ഈ തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ 10 മാസം തികച്ചില്ലാത്ത സമയത്ത് വ്രണിത ഹൃദയനായ മുൻ KPCC പ്രസിഡന്റ് എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ നേതൃമാറ്റത്തെ കോൺഗ്രസ് കൊണ്ടുചെന്ന് എത്തിക്കണമായിരുന്നോ? സുധാകരനെ എന്തുകൊണ്ട് കോൺഗ്രസ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരവാണ് അദ്ദേഹം ഇന്ന് നൽകിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരു സ്ഥിരതയില്ലായ്മ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. KPCC പ്രസിഡന്റായി അദ്ദേഹം നിന്നപ്പോൾ തന്നെ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും ഒരു കൺസിസ്റ്റൻസിയുടെ എലമെൻറ്റ് വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് അവസാന കാലത്ത് ബോധ്യമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് കൃത്യമായ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള തീരുമാനത്തിലേക്ക് AICC എത്തുന്നത്. സുനിൽ കരകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തി. അവർ എത്തിച്ചേർന്നത് കേരളത്തിൽ ഒരു നേതൃമാറ്റം അനിവാര്യമാണ്. അത് സുധാകരൻ്റെ പ്രവർത്തന ദൂഷ്യം കൊണ്ട് മാത്രമല്ല, പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല, മറിച്ച് സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്നുള്ള പ്രതിച്ഛായ കോൺഗ്രസിന് നിലനിർത്തുവാൻ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം സംസ്ഥാന തലത്തിൽ ആവശ്യമാണ് എന്നൊരു റിപ്പോർട്ടാണ് സുനിൽ കനകോലു നൽകിയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലൊരു നേതൃമാറ്റം അനിവാര്യമാണ് എന്നൊരു റിപ്പോർട്ടാണ് AICCക്ക് നൽകിയത്. അത്തരം ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് AICC KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് മുൻപുള്ള 2 പ്രസിഡന്റുമാരെ മാറ്റിയതിനേക്കാൾ വളരെ ഓണറബിൾ ആയിട്ടുള്ള ഒരു എക്സിറ്റാണ് അദ്ദേഹത്തിന് AICC നൽകിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. മറ്റ് 2 KPCC പ്രസിഡന്റുമാരുടെയും മാറ്റത്തിന് മുമ്പ് വലിയ തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് VM സുധീരന്റെ നേതൃത്വത്തിലാണ്. 2 KPCC പ്രസിഡന്റുമാരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തോറ്റു. ഇവിടെ K സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ തോറ്റു എന്ന് പറയാനൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തോക്കുന്നത് മാത്രമല്ലല്ലോ ഒരു പാർട്ടിക്ക് നേതൃമാറ്റത്തിനുള്ള കാരണമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോക്കാതിരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണല്ലോ. അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പോലും സുധാകരനെ വിളിച്ച് കൃത്യമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ആ മെസ്സേജ് കൺവേ ചെയ്യുക ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് പുറമേ നിന്നും ബോധ്യമാകുന്നത്. അന്ന് അവർ നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ മീറ്റിംഗ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്ന് തിരിച്ച് വണ്ടിയിൽ കയറ്റി വിടുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. മറ്റൊരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ കാര്യത്തിലും അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ച് അദ്ദേഹം അത് ഏതാണ്ട് അംഗീകരിച്ച് തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില ബാഹ്യ സമ്മർദ്ദങ്ങളാലാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം തന്നെ നീക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതിന് വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു. ആസൂത്രിതമായ പല തലത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുടെ ഫലമായി AICC തീരുമാനിച്ചിരുന്ന പ്രസിഡന്റിനെ ആളെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കേണ്ട സാഹചര്യമൊക്കെ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ എങ്കിൽ പോലും സുധാകരനെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി നിലനിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ റോളുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. AICC ഒരാളെ തീരുമാനിച്ചിട്ട് വേറൊരാളെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇതിപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കൂട്ടാണ്. ഒരു കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇപ്പോ K സുധാകരൻ തന്നെ പറഞ്ഞു, സണ്ണിയെ ആക്കിയത് എന്റെ വളരെ അടുത്ത സാഹചര്യക്കാരനാണ് എന്നുള്ളത് വെച്ചാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് ആക്കിയ ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല, അവർക്കത് അറിയ പോലും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയത്? അത് K സുധാകരന്റെ അടുത്ത അനുയായി ആയതുകൊണ്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചില ആളുകൾ പറയുന്നു. തീരുമാനമെടുത്ത ആളുകൾക്ക് അങ്ങനെ ഞാനും സണ്ണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആളുകളാണ് തീരുമാനമെടുത്തതെന്ന് K സുധാകരൻ പറയുന്നു. അപ്പോൾ ആരെ ബോധിപ്പിക്കാനായിരുന്നു? അതാണ് സുധാകരന് പല കാര്യങ്ങളും ബോധ്യമാകുന്നില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, ഇനി ഭാവിയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്.
പക്ഷെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ എന്തെങ്കിലും രീതിയിൽ ഒരു മടുപ്പോ നൈരാശ്യമോ കെ സുധാകരൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ മലവട്ടത്ത് സംഘർഷമുണ്ടായ സ്ഥലത്ത് വളരെ ആവേശോജ്വലമായ പ്രസംഗം നടത്തി അദ്ദേഹം അണികളെ ആവേശം കൊള്ളിക്കുകയും ഞാൻ പിണറായി വിജയനെതിരെയുള്ള സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകും, പടക്കുതിരയായി ഉണ്ടാകും എന്നൊക്കെയുള്ള സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. പിന്നെ ഇതെങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നമുക്കറിയാം ഒരു ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരിക്കുന്ന അവർ പിണറായി വിജയൻ 3.0 എന്നൊക്കെയുള്ള വലിയ വീരവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അറിയാം അതൊരു വലിയ വെല്ലുവിളിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അവർക്ക് തികച്ചും എതിരാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ, ഓരോ തെരഞ്ഞെടുപ്പല്ല കുറേ തെരഞ്ഞെടുപ്പുകളായി കേരളത്തിലെ രാഷ്ട്രീയ മാപിനി അളക്കുന്ന ഏത് അളവുകോൽ വെച്ച് അളന്നാലും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി വലിയ തിരിച്ചടികൾ നേരിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൃത്യമായി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്, കുറേ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതാണ്ട് സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ മത്സരം നടന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ചേലക്കരയിൽ കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയും കൃത്യമായി ഏറ്റുമുട്ടി. LDF വിജയിച്ചു. LDF വിജയിക്കുമ്പോഴും 39,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായതിനെ തുടർന്ന് അത് 12,000 വോട്ടായിട്ട് കുറയാണ്. ഭൂരിപക്ഷത്തിലുണ്ടായ വ്യത്യാസം 27,199 വോട്ടുകളുടെയാണ്. 27,099 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു മണ്ഡലത്തിൽ കുറഞ്ഞാൽ കേരളത്തിൽ LDFന് 24 സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതാണ് കേരളത്തിലെ 40,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ 2016 നോക്കൂ, ഇതേ പ്രദീപ് അവിടെ ജയിച്ച ഭൂരിപക്ഷം ക്ലോസ് ആയി വന്നു ഇത്തവണയും. അതിനു മുമ്പ് നമുക്കറിയാം 96 മുതൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പരിശോധിക്കൂ. എന്നൊരു കാര്യം വെച്ചിട്ട് നമ്മള് മൊത്തം രാഷ്ട്രീയ മാറ്റം എന്ന് കരുതാമോ? ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ ഉടുമ്പൻചോല പോലും 39,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഇനി 12,000 വോട്ടിന് ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ LDF ജയിച്ചാൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം കുറച്ചിട്ട് എന്താ കാര്യം? ജയിക്കണ്ടേ? സിറ്റിംഗ് സീറ്റ് പിടിക്കണ്ടേ? ഉണ്ടാവില്ല. 27,199 വോട്ട് കുറഞ്ഞാൽ അവർക്ക് ജയിക്കാൻ കഴിയുന്ന കേവലം 24 മണ്ഡലങ്ങളാണ്. 24 മണ്ഡലങ്ങളുടെ എണ്ണം ഞാൻ പറയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏകദേശം യാഥാർത്ഥ്യമാണെന്ന് അഭിലാഷ സമ്മതിക്കല്ലോ. 5,000 വോട്ട് ഒരു മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം മൂലം ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെട്ടാൽ 34 സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടും. അതായത് 41-ൽ നിന്നും 75ആയി UDFന്റെ സീറ്റുകൾ വർദ്ധിക്കും. 5,000 വോട്ട് മാത്രം പറഞ്ഞത് 10,000-ൽ താഴെ വോട്ടുകൾക്ക് UDF തോറ്റ 34 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ 34 മണ്ഡലങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ 5,000 വോട്ട്. നമ്മുടെ വിഷയം അതല്ല. ഏതായാലും ഭരണവിരുദ്ധ വികാരം എത്രമേൽ പ്രതിഫലിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. ശരി, അതുകൊണ്ട് ഈ മാറ്റങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ ബാധിക്കില്ല എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ LDFനുള്ള ഏക ആയുധം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. LDFനുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ മറികടക്കാൻ LDFനുള്ള ഏക ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഐക്യമില്ല എന്നുള്ളൊരു പ്രതീതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സഹായകമായ നിലപാടാണ് കെ സുധാകരൻ എടുക്കുന്നത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷെ ആ നിലപാടിന് എന്തെങ്കിലും, ആ നിലപാട് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല, എനിക്ക് യാതൊരു വിശ്വാസമില്ല. ആ നിലപാട് വളരെ നേരത്തെ തന്നെ ഒതുങ്ങും. സുധാകരനും കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വരും. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ പരിക്കില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ. സുധാകരൻ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല.